പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് നേരെ ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ നടപടികൾ പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ വ്യോമപാതയടയ്ക്കും വാഗ അതിർത്തി അടയ്ക്കാനും തീരുമാനമായി. കെ.സി. ഉണ്ണികൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉണ്ണി, ഇപ്പോൾ പാകിസ്ഥാനും വലിയ രീതിയിൽ കടുത്ത നടപടികളൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലേ? കാളിദാസ്, തീർച്ചയായും ഇന്നലെ ഇന്ത്യ ശക്തമായ നടപടിയിലേക്ക് കടന്നിരുന്നു. കടുത്ത രീതികൾ വിസ റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യത്തിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ നടപടികൾ വന്നിരിക്കുന്നതിൽ പറയേണ്ട കാര്യം, പാകിസ്ഥാൻ വ്യോമമേഖല അടയ്ക്കാനുള്ളൊരു തീരുമാനമുണ്ടാകുന്നു എന്നത് തന്നെയാണ്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി ഉണ്ടാകില്ല എന്നതാണ് ഒരു നടപടി. അതോടൊപ്പം തന്നെ ഷിംല അടക്കമുള്ള കരാറുകൾ വളരെ നേരത്തെയുള്ള കരാറുകളാണത്, അത് ഉൾപ്പെടെ മരവിപ്പിക്കും എന്നതാണ് മറ്റൊരു കാര്യം. കൂടാതെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ അത് മരവിപ്പിച്ചു എന്നതും ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപനമായി പറയണം. അതോടൊപ്പം തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 കുറച്ചിരിക്കുന്നു. 55 30 കുറച്ചു. കൂടാതെ വാഗ അതിർത്തി, പ്രധാനപ്പെട്ട അതിർത്തിയാണ് ഇന്ത്യ പാക് അതിർത്തി എന്ന് പറയുന്നത് വാഗ അതിർത്തി. ആ വാഗ അതിർത്തി അടയ്ക്കാനുള്ള തീരുമാനവും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ശക്തമായ നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിർത്തി സുരക്ഷാ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സമിതി യോഗം ചേരുന്ന സാഹചര്യം, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം സുപ്രധാനമായ ഒരു കടുത്ത നടപടിയിലേക്ക് പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാറാണ്. കരാർ മരവിപ്പിച്ചു. കൂടാതെ അട്ടാരി, അതോടൊപ്പം തന്നെ വാഗ, ഈ 2 ചെക്ക് പോസ്റ്റുകളും പൂർണ്ണമായും അടച്ചു. പിന്നെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല, 48 മണിക്കൂറിനകം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നൊരു മുന്നറിയിപ്പും കൂടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു. കൂടാതെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒരാഴ്ചക്കകം ഇന്ത്യയിൽ നിന്ന് പോകണം. കൂടാതെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ രീതിയിൽ കടുത്ത നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ചില നടപടികൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ വ്യോമമേഖല അടയ്ക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു. കൂടാതെ ഷിംല അടക്കമുള്ള സുപ്രധാനമായ ചില കരാറുകൾ അത് മരവിപ്പിക്കുന്നു. ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചു. കൂടാതെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടാകുന്നു. വാഗ അതിർത്തി അടയ്ക്കാനുള്ള തീരുമാനം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കാളിദാസ്, ഉണ്ണി, ഈ ഇന്ത്യ സ്വീകരിച്ച നടപടികൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാനും ഇപ്പോൾ നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത്. കടുത്ത നടപടികൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു അപ്രതീക്ഷിത നീക്കം വേണമെങ്കിൽ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇത് എന്ന് നമുക്ക് വിലയിരുത്താം അല്ലേ? തീർച്ചയായും ആ രീതിയിലും കാണാം. എന്തായാലും ഇന്ത്യ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതിന് മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനും ചില നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി എന്താണ് നടക്കുക? ചില പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അടക്കം പ്രതികരണങ്ങളുമായി രാവിലെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സുപ്രധാനമായ ചില നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ എല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. എന്തായാലും അക്കാര്യത്തിലൊന്നും സ്ഥിരീകരണമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും വലിയ സുരക്ഷയെല്ലാം തന്നെ മേഖലയിലടക്കം പഹൽഗാമടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ തന്നെ സുരക്ഷയെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും രാജ്യമാകെ കനത്ത സുരക്ഷയുണ്ട് എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പാകിസ്ഥാന്റെ ഒരു നടപടികൾ, പാകിസ്ഥാൻ ഇന്ത്യ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കടുത്ത ഒരു നടപടിക്ക് ഒരു എതിരെന്ന രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ നടപടിയും വരുന്നത്. ഇന്നലെ വളരെ സുപ്രധാനമായിരുന്നു യോഗം, ഒരു സമിതി സുരക്ഷാ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേരുന്നു. ആ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്. പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാനെതിരെ കനത്ത നടപടി, പിന്നോട്ടില്ല, കനത്ത നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആ വാർത്താ സമ്മേളനത്തിലൂടെ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയൊരു കാര്യം. എന്തായാലും ഒരു കർശനമായ താക്കീത് എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികൾ ഉണ്ടായത്. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനും ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സിന്ധു നദീജല കരാർ തന്നെയാണ്. അത് വളരെ നേരത്തെയുള്ള കരാറാണ്. വളരെ സുപ്രധാനമായ ഇരു രാജ്യം തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കരാർ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. കൂടാതെ ഈ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 48 മണിക്കൂറിനകം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണമെന്നൊരു നിർദ്ദേശവും ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരുന്നു. കൂടാതെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ച്, കൂടാതെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം
വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം. ആ രീതിയിൽ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് വളരെ കടുത്ത നടപടികളിലേക്കാണ് ഇന്ത്യ ഇന്നലെ പോയത്. നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇന്ത്യ ഇന്നലെ പ്രഖ്യാപിച്ചത്. തുടർന്ന് ചില പ്രതികരണങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി എന്ന രീതിയിൽ തന്നെ പാകിസ്ഥാനും ഒരു മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ചില നടപടികൾ പാകിസ്ഥാനും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല. കൂടാതെ ഷിംല അടക്കമുള്ള പ്രധാനപ്പെട്ട കരാറുകൾ മരവിപ്പിക്കും. കൂടാതെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 കുറയ്ക്കുന്നു. കൂടാതെ ഈ ഇന്ത്യ സ്വീകരിച്ചതുപോലെ തന്നെ അതിർത്തികൾ, വാഗ അതിർത്തി അടയ്ക്കാനുമുള്ള തീരുമാനം ഉണ്ടാകും. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ ഈ ഒരു പ്രതികരണങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനും ഒരു മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കാളിദാസ്. ശരി ഉണ്ണി, വ്യക്തമാണ്. ഇന്ത്യ സ്വീകരിച്ച നടപടികൾക്ക് പിന്നാലെ പാകിസ്ഥാനും കടുത്ത നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനും ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പാക് വ്യോമമേഖല അടച്ചിടും. അതോടൊപ്പം തന്നെ വാഗാതിർത്തി അടയ്ക്കുന്നതെല്ലാം ഇന്ത്യ അടക്കം തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ